നമസ്കാരം സർ. ഏപ്രിൽ 6 രാമനവമിയാണ്. അത് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ സമൂഹത്തിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? എന്തായിരിക്കാം കേന്ദ്ര സർക്കാർ ഇതിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സന്ദേശം? പലപ്പോഴും ബി ജെ പിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണം ബി ജെ പി പലപ്പോഴും മതപരമായ പരിപാടികളും അത്തരം അജണ്ടയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ്. ഉദാഹരണത്തിന് പലരും ചോദിക്കും, രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക് എന്താണ് പ്രയോജനം? അതിന് പകരം ഒരു ഹോസ്പിറ്റൽ ആയിരുന്നെങ്കിലോ, ഒരു ലൈബ്രറി ആയിരുന്നെങ്കിലോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വർഷം രാമനവമിയോടനുബന്ധിച്ച് ഒരു മഹത്തായ ഒരു പദ്ധതിയാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. അതായത് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് പാമ്പൻ ഐലൻഡ് അഥവാ രാമേശ്വരം ഐലൻഡ്. ഇത് രാമേശ്വരം എന്ന് പറയുന്നത് പാമ്പൻ ഈ ദ്വീപിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടവുമായി വൻകരൈ മണ്ഡപം എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാടിന്റെ ഭാഗമായി ഇത് രാമനാഥപുരം ജില്ലയിലാണ്. വൻകരയെ ഈ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി ഈ ഏപ്രിൽ 2-ാമത്തെ ആഴ്ച, അത് എന്നാണെന്ന് വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ 6-ാം തീയതി തൊട്ട് ഒരു 7, 8 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മുന്നേറ്റമാണ്. യഥാർത്ഥത്തിൽ 1914 നിർമ്മിച്ച പാമ്പൻ പാലം ഈ 2022 അത് ഉപയോഗശൂന്യമായിരുന്നു. കാരണം ആ പാലം അപകടത്തിലാണെന്നും അതിലൂടെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നും ഉള്ള സൂചനയെ തുടർന്ന് അതിലൂടെയുള്ള ഗതാഗതം റെയിൽവേ നിർത്തുകയായിരുന്നു. അങ്ങനെ ആ ഗതാഗതം വീണ്ടും തിരിച്ചു വരികയാണ്, അതായത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ രാമേശ്വരം നിവാസികൾക്കും അതുപോലെ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യ തൊട്ട് തെക്കേ ഇന്ത്യ വരെയുള്ള എല്ലാ ആൾക്കാരും പവിത്രമെന്ന് കരുതുന്ന ഒരു പ്രദേശമാണ് ഈ രാമേശ്വരം. രാമേശ്വരം പലപ്പോഴും കാശിയോടൊപ്പം ഇത് രാമനാഥസ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. നമ്മൾ പേര് കേൾക്കുമ്പോൾ ശ്രീരാമന്റെ ക്ഷേത്രം അല്ല, അത് ശരിക്കും പരമശിവന്റെ ശിവക്ഷേത്രമാണ്. പക്ഷേ അവിടെ ശ്രീരാമൻ പ്രാർത്ഥിച്ചു എന്നാണ് സങ്കല്പം. അങ്ങനെയാണ് അതിന് ആ പേര് വരുന്നത്. ഇപ്പൊ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം, അത് ഇന്ത്യയിലെ വളരെ കുറച്ച് ജ്യോതിർലിംഗങ്ങളാണുള്ളത്. അതിലൊരു ജ്യോതിർലിംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് ചരിത്രപരമായി മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രാമേശ്വരം ദ്വീപിന്റെ സമീപത്ത് നിന്നാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്കുള്ള രാമസേതു നിർമ്മിച്ചത്. അതിലൂടെയാണ് വാനര സൈന്യം ലങ്കയിലെത്തുകയും രാവണനെ പരാജയപ്പെടുത്തി സീതയെ തിരികെ കൊണ്ടുവരികയും ചെയ്തതെന്നാണ് പുരാണങ്ങളിലെ പരാമർശങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യവും അതുപോലെ തന്നെ ആത്മീയവും മതപരവുമായ പ്രാധാന്യവുമുള്ള ഈ ഒരു തീർത്ഥാടക കേന്ദ്രത്തിലേക്കുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുമ്പോൾ അത് തീർത്ഥാടകർക്ക് മാത്രമല്ല, രാമേശ്വരം നിവാസികൾക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും. എനിക്ക് തോന്നുന്നു എഗ്മൂറിൽ നിന്ന് പുതിയ ട്രെയിൻ രാമേശ്വരത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ കന്യാകുമാരിയിൽ നിന്നും ഇപ്പോൾ തന്നെ ഒരു ആഴ്ചയിൽ 3 വട്ടം എന്തോ ആണ്, എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ട്രെയിൻ സർവീസ് രാമേശ്വരത്തോട്ടുണ്ട്. ഇപ്പോഴേ അത് വൻകരയിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്, അവിടേക്ക് ഉള്ള ബ്രിഡ്ജിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം. ഇനി ഈ ബ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പഴയ പാലത്തിലൂടെ ട്രെയിനുകൾക്ക് വലിയ വേഗത്തിലൊന്നും സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഭാരത്തിനും ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം അത് കൂടുതൽ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കുകയും അതുപോലെ കൂടുതൽ ഭാരം വഹിക്കുകയും ചെയ്യാവുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ പാലത്തിന്റെ പ്രത്യേകത ഇത് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ നാവിഗേഷൻ സ്പാൻ എന്ന് പറയുന്നത്, ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ 2 സപ്പോർട്ടിംഗ് പില്ലറുകൾക്കിടയിലുള്ള ഒരു പ്രദേശത്തിനാണ്. അതായത് ഒരു പാലം നിൽക്കുമ്പോൾ നമുക്കറിയാം പാലത്തിന് പല പല തൂണുകളുണ്ട്. അപ്പൊ ഈ 2 തൂണിനിടയ്ക്കുള്ള ഒരു സ്ഥലത്തിനാണ് ഈ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പാന് നാവിഗേഷൻ സ്പാൻ എന്ന് പറയുന്ന, അതായത് ആ ഒരു ഏതാണ്ട് 70 മീറ്ററോളം വരുന്ന ഒരു സ്പാൻ ഉണ്ട്, ഒരു ചെറിയ സ്ട്രെച്ച് ഉണ്ട്. ആ സ്ട്രെച്ച് നേരെ കുത്തനെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കാരണം വളരെ വേഗത്തിൽ ലിഫ്റ്റ്, ഏതാണ്ട് മുൻപ് ഈ താഴെ കൂടെ പോകുന്ന കപ്പലുകൾക്കോ അല്ലെങ്കിൽ വലിയ ബോട്ടുകൾക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ പാലം വേർപെടുത്തുമായിരുന്നു.
അങ്ങനെ വേർപെടുത്താനൊക്കെയുള്ള സമയം വളരെ ദൈർഘ്യമായിരുന്നു. ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ് മതിയെന്നാണ്. കാരണം അതുകൊണ്ടുള്ള ഒരു ഗുണം, താഴെ കൂടെ പാലത്തിന് താഴെ കൂടെ ഉള്ള ഈ നാവിഗേഷൻ, കപ്പലുകളുടെ സഞ്ചാരത്തെ ഇത് തടസ്സപ്പെടുത്തില്ല. അങ്ങനെ ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. കാരണം ഒരേ സമയം കപ്പലുകൾക്ക് സഞ്ചരിക്കുക. ഇത് പാൽക്ക് എന്ന് പറയും, അത് PALK, ആ പാക്ക് ഉൾക്കടലില് കുറുകയാണിത്. ഇതൊരു സീ ബ്രിഡ്ജാണ്. ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 2 കിലോമീറ്ററിൽ കുറച്ച് കൂടെ ഉണ്ട്, 2 കിലോമീറ്ററിലധികമാണെന്ന് പറയാം. ഒരു കാലഘട്ടത്തിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായിരുന്നു. പക്ഷെ ഇപ്പോ മഹാരാഷ്ട്രയിലെ ബോംബെയിലെ വന്ന പുതിയ പാലം വന്നതിന് ശേഷം അതാണ് ഏറ്റവും നീളം കൂടിയത്. പക്ഷേ ഇതിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല. കാരണം രാമേശ്വരം എന്ന് പറയുന്നത് ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത 2ാമത്തെ പോയിന്റാണ് ഇന്ത്യയിലെ. അപ്പോൾ ഇവിടേക്ക് പിന്നെ ട്രെയിൻ കടന്നു ചെല്ലേണ്ടത്, ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ അവിടെ ഇറക്കണമെങ്കിൽ പോലും അത് ഈ ഒരു പുതിയ പാലം അതിന് വളരെ സഹായകരമായിരിക്കും. ഇത് വലിയൊരു മുന്നേറ്റമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മതം മാത്രമല്ല BJP സർക്കാർ ചെയ്യുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ് തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ തീർത്ഥാടകർക്ക് പ്രയോജനമുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ അത് മാത്രമല്ല, അതൊരു പ്രദേശത്തിന്റെ വികസനത്തിനും പ്രദേശത്തിന്റെ മുന്നേറ്റത്തിനും കാരണമാകും. രാമേശ്വരത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു പേരുണ്ട്. അത് APJ അബ്ദുൽ കലാമിന്റെ പേരാണ്. അദ്ദേഹം രാമനാഥപുരം ജില്ലയിൽ ഈ രാമേശ്വരം നിവാസിയായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹം ഒരു വലിയ സ്വാധീനമാണ് ആ പ്രദേശത്ത്. അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും, ബന്ധുക്കളൊക്കെ തന്നെ ആ പ്രദേശത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇങ്ങനെ ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്കിനി ശ്രീലങ്കൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ ഭാവിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈന ശ്രീലങ്കയിലേക്ക് കടന്നു കയറും. ചൈനയുടെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ ശക്തമാണ്. ഈ ചൈനീസ് കപ്പലുകൾ പല മേഖലയിലൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗങ്ങൾ എത്തണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ സുരക്ഷയുടെ ഒരു പ്രശ്നം കൂടിയാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഒരു ട്രെയിൻ സർവീസ് വളരെ വേഗത്തിൽ ഈ പാലം ഇപ്പോൾ പൂർത്തിയാക്കിയത്. പാലം പണി തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു. 2009 തന്നെ ഇതിന്റെ ഒരു പദ്ധതിയൊക്കെ മുന്നോട്ട് വന്നതാണ്. പക്ഷെ പിന്നീട് കോവിഡിന്റെ ഒരു കാലം വന്നപ്പോൾ ഇതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് ഒരു വിഘാതം ഉണ്ടായി. പക്ഷെ കേന്ദ്ര സർക്കാർ കോവിഡിന് ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പരിപാടി അതായത് ഈ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയും അത് ഇപ്പോൾ പൂർത്തീകരിക്കുകയും, അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ട്രയൽ റണ്ണുകൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ട്രെയിനുകൾ ആൾക്കാരെ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിയതിന് ശേഷം പിന്നീട് ട്രെയിനുകൾ ഈ രാമേശ്വരത്തേക്ക് പോവുകയും ആൾക്കാരില്ലാതെ ബോഗികളൊക്കെ അടച്ച് എഞ്ചിനും മാത്രമായിട്ട് ട്രെയിനുകൾ ട്രയൽ റൺ നടത്തുകയും ഈ പാലത്തിന്റെ സുരക്ഷ 100% ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എല്ലാ രീതിയിലും സുരക്ഷ ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഈ പാലം ഏതാണ്ട് 100 കൊല്ലത്തോളം തന്നെ നിലനിൽക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇതിന്റെ സ്പാനുകൾ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ടീവായിട്ടുള്ള അയൺ റോപ്പുകൾ, ഇതൊക്കെ തന്നെ 30-35 കൊല്ലം കഴിയുമ്പോൾ അതിന് വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട വരും. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള, തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങൾ വൻകരയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ തമിഴ്നാടിനും ഇത് വലിയ പ്രയോജനം ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇവിടേക്ക് സുഗമമായ ഒരു സഞ്ചാരം വരുന്നതോടുകൂടി രാമേശ്വരത്തോട്ട് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടാവും. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു വലിയ പദ്ധതി. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ്
തമിഴ്നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും അതുപോലെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനുമൊക്കെ ഇത് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഈ വരും ദിവസങ്ങളിൽ എന്തായാലും ശരി, ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ രാമേശ്വരത്ത് പോകും. പലരും തങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം നിക്ഷേപിക്കാനായിട്ട് രാമേശ്വരത്ത് പോകുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ തന്നെ ഇനിയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, മണ്ഡപത്തിൽ ഇറങ്ങിയിട്ട് പിന്നീട് മാറി കയറി പോകണ്ട, നേരെ രാമേശ്വരത്ത് ചെന്ന് ഇറങ്ങാൻ പറ്റുന്ന ട്രെയിൻ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തിലെ ഒരു പ്രധാന വിഷയം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികസനമാണ്, രാജ്യസുരക്ഷയാണ്, സമ്പദ് വ്യവസ്ഥയെ അടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യവുമാണ്. അങ്ങനെയല്ലേ സാർ ഉദ്ദേശിക്കുന്നത് ഇത്? അതെ, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. അതെ, വികസനത്തിനാവട്ടെ, നല്ലതിനാവട്ടെ. താങ്ക് യു സർ.